എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ 2 നോട്ടിഫിക്കേഷൻസ് ഇതാ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തേത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഡെമോൺസ്ട്രേറ്റർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ബാർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം യോഗ്യത ബിടെക് ആണ്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന തസ്തികയിലേക്ക് ഇൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വഴിയെ പറയുന്നുണ്ടാവും. ആദ്യം നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ആദ്യം കാറ്റഗറി നമ്പർ 48/2026 ആണ്. ഇത് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാറ്റഗറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഡെമോൺസ്ട്രേറ്റർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ബാർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതെന്താണ് ഈ പോസ്റ്റിന്റെ പേര് ഇങ്ങനെ വരാൻ കാരണം? എന്താണ് ഈ പോസ്റ്റിന്റെ സ്വഭാവം? അതുപോലെ തന്നെ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എവിടെയാണ് ജോലി ലഭിക്കുക? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇൻ ഹാൻഡ് സാലറി എത്ര കിട്ടും? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്താണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടേക്കാം. ഓക്കെ, ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ഇതാ 41,300 to 87,000 ആണ്. ഇതിൽ ഇൻ ഹാൻഡ് എല്ലാ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന DA ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏകദേശം 45,000 to 46,000 rupees ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒന്ന് കണ്ടേക്കുക. ഇനി ഇവിടുത്തെ വേക്കൻസി എന്താണ്? ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതായത് ഇനി വരാൻ പോകുന്ന വേക്കൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് നിന്ന് ആൾക്കാരെ എടുക്കുക. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വേക്കൻസി മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 18 മുതൽ 40 ആണ്. അതായത് ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ, OBC SC ST റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാ PSC എക്സാമിനും ഉള്ളതുപോലെ തന്നെയാണ്. ഇനി ക്വാളിഫിക്കേഷൻ കണ്ടോ? ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി. അതായത് ഇവിടെ എന്താണ്? ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. 3 year ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇക്വലന്റ് ബാർ ഹയർ ക്വാളിഫിക്കേഷന്റെ ഒരു ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? PSC കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഇവിടെ ഞാനിവിടെ മെൻഷൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഇക്വലന്റ് ബാർ ഹയർ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ എന്തൊക്കെയാണ്? പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക്കോ BEO ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ EEE ആയിരിക്കണം എന്നേ ഉള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? ഇലക്ട്രോണിക്സുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക. അത് ഇനിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റും കൂടെ നിങ്ങൾ നോക്കുക. ഇത് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് August 5th ആണ്. August 5th വെനസ്ഡേ അപ് ടു 12 midnight വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5/8/2026 വരെ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 48/2026 ആണ്. ഇനി അടുത്ത പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏതാണ് നോക്കുക. കാറ്റഗറി നമ്പർ 44/2026 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 51,400 to 1,10,300 ആണ്. ഇപ്പൊ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ അഗൈൻ ഇവിടെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ബാർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അതായത് ഇലക്ട്രിക്കലിലോ ട്രിപ്പിളിലോ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നോക്കുക, ബാക്കി ഇതിന് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ വരുന്നത് എന്താണ്? ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 5, അതായത് 5/8/2026 ബുധനാഴ്ച 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു 2 കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നിരിക്കുന്നത് പ്യുവർലി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സിലബസ് നമ്മൾ പ്രതീക്ഷിക്കുക. ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന തസ്തികയിലേക്ക് നമുക്ക് ചിലപ്പോൾ ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും സിലബസ് വന്നേക്കാൻ നമുക്ക് ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല. കാരണം ബിടെക് ഇലക്ട്രോണിക്സുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ 2 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ PSCയിൽ നമുക്ക് നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിൽ അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഒന്നും കിട്ടില്ല. ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുമായി